നമസ്കാരം. ശ്രീനി ആലക്കുട. കർണാടക വനാതിർത്തിയിൽ നിന്നാണ്. ആലക്കോടിനടുത്ത് ഉദയഗിരി പഞ്ചായത്തിലെ ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ഇന്നിവിടെ പൊങ്കാല മഹോത്സവം നടക്കിയ ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒട്ടേറെ പേരാണ് രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി പൊങ്കാലയിടാൻ വരുന്ന ആളുകളാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു വലിയ മഹോത്സവമാണ് ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല. അതിന്റെ കാഴ്ചകളുമായിട്ടാണ് ഞാനിത് വരുന്നത്. ആലക്കോട് പുറപ്പെട്ടു. ഏതാണ്ട് 10 മണിയാകുമ്പോഴേക്കും ചീക്കാട് ക്ഷേത്രത്തിന്റെ ആ കവാടത്തിനരികിലെത്തി. അപ്പോഴേക്കും എൻ്റെ വാഹനം അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ആളുകളൊക്കെ ഇങ്ങനെ റോഡ് ഈ ഭാഗത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന് സംഘാടകർ എൻ്റെ വാഹനത്തെ ആ മുകളിൽ പാർക്ക് ചെയ്യാനൊരു സൗകര്യമൊക്കെ ഒരുക്കി തന്നു. ഞാൻ അങ്ങനെ കാറ് മുകളിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ക്യാമറയുമായിട്ട് താഴെ അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് ഒരുപാട് ആളുകൾ എൻ്റെ പ്രേക്ഷകരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ മേഖലയിലുള്ള ആളുകൾക്ക് മാത്രമേ ആയിരിക്കും ഈ പൊങ്കാലയിടാൻ വന്നിട്ടുണ്ടാകുക എന്ന്. അപ്പോൾ നോക്കുമ്പോൾ പേരാവ്, ഇരട്ടി, അങ്ങനെ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എൻ്റെ പ്രേക്ഷകരൊക്കെ അവിടെ വന്നിട്ട് പൊങ്കാല സമർപ്പണത്തിന് എത്തിയതായിട്ട് കണ്ടു. എനിക്ക് വലിയ സന്തോഷം തന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വരുമ്പോൾ അവരുടെ വിശ്വാസമാണ് ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവിക്ക് നേർച്ചയ്ക്ക് നേർന്ന് എല്ലാ വർഷവും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അവർ പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തും. ഈ ചീക്കാട് മഹാദേവി ക്ഷേത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ചെറിയ ഒരു ഷെഡ്, ആ ഒരു ഷെഡിൽ ഒരു വാളൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം. അവിടെ ആരും അങ്ങ് തിരിഞ്ഞു നോക്കില്ല. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ് ചുറ്റും. അപ്പോൾ അങ്ങനെ ആരാലും തിരിഞ്ഞു നോക്കാത്ത ഒരു ക്ഷേത്രം പിന്നീട് അവിടുത്തെ നാട്ടുകാരെ ഏറ്റെടുക്കുകയും അവിടെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുകയും അവിടെ ദേവിയുടെ ചൈതന്യം കണ്ടെത്തുകയും അങ്ങനെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വടക്കേ മലബാറിലെ കുടജാദ്രി എന്നാണ് ഇപ്പോൾ ആ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. എല്ലാ മാസവും അവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പൊങ്കാല മഹോത്സവം നടക്കുന്നുണ്ട്. ഈ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കർണാടക വനാതിർത്തിയാണ്. പിന്നെ അവിടെ ചുറ്റും ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലം ഇപ്പോൾ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്തു. ഒരുപാട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്താണ് ചീക്കാട് ഉണ്ണീശ്വർ ദേവാലയം. ചീക്കാട് ഉണ്ണീശ്വർ ദേവാലയത്തിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ചീക്കാട് ഉണ്ണീശ്വർ ദേവാലയത്തിലെ വികാരിയച്ഛനൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? സിസ്റ്ററൊക്കെ വരുന്ന വിഷ്വൽ നിങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എത്ര മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ അതിന് നിന്നു കൊടുക്കില്ല. ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന കുടിയേറ്റ മക്കളാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ കാഴ്ച. എന്തായാലും ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത പൊങ്കാല മഹോത്സവത്തിൽ കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Da
എന്തായാലും